നമസ്കാരം. ഗൾഫിൽ ലോകത്തിന്റെ എല്ലാ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രവാസികളുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ രാജ്യത്തു നിന്നും എത്തുന്നവരുടെ മനസ്ഥിതി അനുസരിച്ച് നിയമം പാലിക്കലും നിയമം ലംഘിക്കലും ഒക്കെ ഉണ്ടാകാറുണ്ട്. മലയാളികളടക്കം ആയിരക്കണക്കിന് പേർ തൊഴിൽ തേടി ദിവസേന വിമാനം കയറുന്ന ഗൾഫ് രാജ്യമാണ് സൗദി അറേബ്യ. അനേകം ഇന്ത്യൻ പ്രവാസികൾ കാലാകാലങ്ങളായി സൗദിയിൽ തൊഴിലെടുക്കുന്നുണ്ട്. പ്രവാസികളെ ഇരു കൈയും നീട്ടി സ്വീകരിക്കുന്ന രാജ്യമാണെങ്കിലും നിയമങ്ങൾ പാലിക്കുന്നതിൽ ഒരു വിട്ടുവീഴ്ചയും സൗദി അനുവദിക്കാറില്ല. തൊഴിൽ, താമസ, അതിർത്തി സുരക്ഷാ നിയമങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ സൗദി ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കർശന പരിശോധനാ നടപടികൾ തുടരുന്നുണ്ട്. ഡിസംബർ 26 മുതൽ ജനുവരി 1 വരെ 19,541 നിയമലംഘകർ പിടിയിലായിട്ടുണ്ട്. സുരക്ഷാ സേനയുടെ വിവിധ യൂണിറ്റുകളും ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് പാസ്പോർട്ടും നടത്തിയ സംയുക്ത ഫീൽഡ് പരിശോധനയിലാണ് രാജ്യത്തിന്റെ പല ഭാഗത്തു നിന്നും ഇവരെ പിടികൂടിയത്. 11,402 പേർ താമസ നിയമം ലംഘിച്ചവരാണ്. 4,775 പേർ അതിർത്തി സുരക്ഷാ നിയമലംഘകരും 3,364 പേർ തൊഴിൽ നിയമം ലംഘിച്ചവരുമാണ്. രാജ്യത്തേക്ക് അനധികൃതമായി അതിർത്തി കടക്കാൻ ശ്രമിക്കുന്നതിനിടെ 953 പേർ അറസ്റ്റിലായിട്ടുണ്ട്. ഇതിൽ 58% എത്യോപ്യൻ പൗരന്മാരാണ്. 40% യമനികളും 2% മറ്റു രാജ്യക്കാരും വരും. അനധികൃതമായി രാജ്യത്ത് നിന്ന് പുറത്തു കടക്കാൻ ശ്രമിക്കുന്നതിനിടെ 129 പേർ അറസ്റ്റിലായിട്ടുണ്ട്. താമസം, ജോലി, അതിർത്തി സുരക്ഷാ നിയമലംഘകർക്ക് വിവിധ സഹായങ്ങൾ നൽകിയ 27 പേര് വേറെയും പിടിക്കപ്പെട്ടു. നിലവിൽ നടപടികൾ നേരിടുന്ന 33,733 നിയമലംഘകരിൽ 30,724 പേർ പുരുഷന്മാരും 3,009 പേർ സ്ത്രീകളുമാണ്. പിടിക്കപ്പെട്ട വിദേശികളിൽ 22,827 പേരെ അവരുടെ യാത്രാരേഖകൾ ലഭിക്കുന്നതിന് അതത് രാജ്യങ്ങളുടെ നയതന്ത്ര കാര്യാലയങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇവരിൽ 5,365 പേർ നിലവിൽ തിരിച്ചയക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ നടപടികളെല്ലാം പൂർത്തിയാക്കി 8,954 പേരെ നാടുകടത്തുകയും ചെയ്തിരുന്നു. 2023 നവംബർ വരെയുള്ള കണക്കുകൾ പ്രകാരം 101 വിദേശികളുടെ വധശിക്ഷയാണ് സൗദി അറേബ്യ നടപ്പാക്കിയത്. രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഒരു വർഷത്തിൽ ഇത്രയും ആളുകളെ വധശിക്ഷയ്ക്ക് വിധിക്കുന്നത് ഇതാദ്യമായാണ്. നിയമത്തിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും സൗദി അറേബ്യ കാണിക്കില്ല. കഴിഞ്ഞ വർഷം നടത്തിയ പരിശോധനയിൽ നിരവധി പ്രവാസികളാണ് പിടിയിലായത്. വ്യാപാര സ്ഥാപനങ്ങളിലും തൊഴിലിടങ്ങളിലും വാഹനങ്ങളിലും പ്രവാസികളുടെ താമസ കേന്ദ്രങ്ങളിലും മറ്റും നടത്തിയ പരിശോധനകളിലാണ് ഇത്രയേറെ പേർ പിടിയിലായത്. ഇതിനു പുറമെ ആവശ്യമായ രേഖകളില്ലാതെ അനധികൃതമായി രാജ്യത്തിന് പുറത്തേക്ക് അതിർത്തികൾ വഴി കടക്കാൻ ശ്രമിച്ച 122 പേരെയും പിടികൂടിയിരുന്നു. നിയമവിരുദ്ധമായി രാജ്യത്ത് കഴിയുന്ന പ്രവാസികൾക്ക് താമസ സൗകര്യം ഒരുക്കുകയും വാഹനങ്ങൾ നൽകുകയും ജോലി നൽകുകയും ചെയ്തതിന് 25 പേരെ വേറെയും സുരക്ഷാ വിഭാഗം അറസ്റ്റ് ചെയ്തിരുന്നു. പുതിയതായി അറസ്റ്റിലായവരെ കൂടാതെ 24,107 പ്രവാസികൾ വിവിധ നിയമലംഘനങ്ങളുടെ പേരിൽ നിയമ നടപടികൾ നേരിടുന്നതായും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇവരിൽ 21,176 പേർ പുരുഷന്മാരും 2,931 പേർ സ്ത്രീകളുമാണ്. 2,633 പേർക്ക് അവരുടെ യാത്രാ ബുക്കിംഗ് അന്തിമമാക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സൗദി അറേബ്യ ഒരു രീതിയിലുള്ള നിയമലംഘനവും അനുവദിക്കില്ല. നിയമലംഘകരെ സഹായിക്കുകയോ രാജ്യത്തേക്ക് പ്രവേശിക്കാൻ സൗകര്യം നൽകുകയോ യാത്ര ചെയ്യാൻ വാഹനം നൽകുകയോ താമസത്തിന് സൗകര്യം ഒരുക്കി നൽകുകയോ ജോലി നൽകുകയോ ഒക്കെ ചെയ്യുന്ന വ്യക്തികൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രാലയം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇത്തരം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് 15 വർഷം വരെ തടവും 1 ദശലക്ഷം റിയാൽ വരെ പിഴയുമാണ് ലഭിക്കുക. അതിനു പുറമെ ഈ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിച്ച വാഹനങ്ങളും കെട്ടിടങ്ങളും നിയമ നടപടിക്ക് വിധേയമാക്കുമെന്നും അധികൃതർ താക്കീത് നൽകുന്നുണ്ട്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ന്യൂസ് ഡെസ്ക് ഈനാട് മലയാളം.